നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. രാഹുൽ അദ്ദേഹം കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. ഇന്ത്യയുടെ T20 ടീമിൽ താൻ സ്ഥാനം അർഹിക്കുന്നു. അടുത്ത T20 വേൾഡ് കപ്പിൽ തനിക്കൊരിടം വേണം. ഇതൊക്കെ കൃത്യമായിട്ട് അറിയിക്കുന്ന പോലുള്ളൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ ഈ സീസണിൽ IPL തോൽവി അറിയാത്ത ഏക ടീം അത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. മാത്രമല്ല IPL ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് ആദ്യ 4 കളികളിൽ ഒന്നുപോലും തോൽക്കാതെ വിജയവുമായിട്ട് കളിക്കളത്തിൽ നിന്ന് തിരിച്ചു കയറുന്നത്. ഏതായാലും തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു RCBക്ക് മേൽ DC. 6 വിക്കറ്റിൻ്റെ വിജയം അവർ നേടുന്നു. അതും 13 പന്തുകൾ ശേഷിച്ച് നിൽക്കവേ രാഹുൽ 53 പന്തിൽ 7 ഫോറും 6 സിക്സറും അടക്കം 93 റൺസ് അടിച്ചുകൊണ്ടാണ് പുറത്താകുന്നത്. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത RCB നിശ്ചിത 20 ഓവറുകളിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 17.5 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു DC. RCBക്ക് വേണ്ടി ഫിൽസാൾട്ട് മികച്ച തുടക്കമായിട്ടത്. 17 പന്തിൽ നിന്ന് അദ്ദേഹം 37 റൺസ് അടിച്ചപ്പോൾ വിരാട് കോഹ്ലി 14 പന്തിൽ നിന്ന് 22 റൺസ് അടിച്ചു. ദേവദത്ത് പടിക്കൽ നിരാശപ്പെടുത്തി ഒറ്റ റൺസാണ് എടുത്തത്. രജത് പട്ടീദാർ 23 പന്തിൽ നിന്ന് 25 റൺസ് എടുത്തപ്പോൾ ലിയാം ലിവിങ്സ്റ്റൺ 4 റൺസ്, ജിതേഷ് ശർമ്മ 3 റൺസ്, ഇങ്ങനെ വിക്കറ്റുകൾ വീണു. ഒടുവിൽ ടിം ഡേവിഡ് 20 പന്തിൽ നിന്ന് 37 റൺസ് അടിച്ചപ്പോൾ അതിൻ്റെ ബലത്തിലാണ് 163 റൺസിലേക്ക് RCB എത്തപ്പെടുന്നത്. അതേസമയം 2 വിക്കറ്റുകൾ വിപ്രാജ് നിഗം വീഴ്ത്തി. കുൽദീപ് യാദവ് 4 ഓവറിൽ വെറും 17 റൺസ് മാത്രം വിട്ടുകൊടുത്തു. അദ്ദേഹവും വീഴ്ത്തി 2 വിക്കറ്റുകൾ. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിലൊന്ന് പാളി. ഫാഫ് ഡുപ്ലസി 2 റൺസാണ് അടിച്ചത്. മക്കാർക്ക് 7 റൺസ്, പോറൽ 7 റൺസ്, അക്സർ പട്ടേൽ 15 റൺസ്. ഇങ്ങനെ അക്സർ പട്ടേൽ കൂടി മടങ്ങുന്ന ഘട്ടത്തിൽ 58-4 എന്ന രൂപത്തിലേക്ക് വീണിരുന്നു DC. പക്ഷേ രാഹുൽ ആദ്യം 11 പിന്നീട് പൊളിച്ചെടുക്കുന്ന കാഴ്ച. 53 പന്തുകൾ 7 ഫോറും 6 സിക്സും അടക്കം അദ്ദേഹം 93 റൺസ് അടിച്ചു. അദ്ദേഹത്തിന് കൂട്ടായിട്ട് ട്രിസ്റ്റൻ സ്റ്റബ്സ് 23 പന്തിൽ നിന്ന് 4 ഫോറും 1 സിക്സും അടക്കം 38 റൺസ് അടിച്ചു. അതോടുകൂടി അവർ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഏതായാലും ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 26 റൺസിന് 2 വിക്കറ്റ് എടുത്ത് മികച്ച പ്രകടനം നടത്തിയെങ്കിലും വിജയത്തിലേക്ക് പോകാൻ കഴിയാതെ പോയി RCBക്ക്. വമ്പൻ വിജയം. എല്ലാ കയ്യടികളും കൊടുക്കേണ്ടത് രാഹുലിനാണ്. DC ഇതാ അപരാജിത കുതിപ്പ് തുടരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.